ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 75/2021 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ആദ്യത്തെ 7 ചോദ്യങ്ങളുടെ ഡിസ്കഷൻ നമ്മൾ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനുള്ള അഭിപ്രായം കൂടി മറക്കാതെ കമന്റ് ചെയ്യുക. ചോദ്യം ഇങ്ങനെയാണ്: രാജു 20 ദിവസത്തിൽ പൂർത്തിയാക്കുന്ന ജോലി റാണി 15 ദിവസത്തിൽ പൂർത്തിയാക്കും. സാഹിൽ അത് 12 ദിവസത്തിൽ പൂർത്തിയാക്കും. അവർ മൂവരും 2 ദിവസം ഈ ജോലി ചെയ്തതിനു ശേഷം ബാക്കി ജോലി രാജു മാത്രം തുടരുന്നുവെങ്കിൽ രാജുവിന് എത്ര ദിവസം അധികമായി വേണ്ടിവരും? സോ ബേസിക്കലി തന്നിരിക്കുന്നത് രാജു തനിയെ ചെയ്യുവാണെങ്കിൽ 20 ദിവസം, റാണി തനിയെ ചെയ്യുവാണെങ്കിൽ 15 ദിവസം, സാഹിൽ തനിയെ ചെയ്യുവാണെങ്കിൽ 12 ദിവസം. സാഹിൽ തനിയെ ചെയ്യുവാണെങ്കിൽ 12 ദിവസം. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാവുന്ന കാര്യം, ഏതെങ്കിലും ഒരു വർക്കിന്റെ കേസിനകത്ത് 3 പേർ ചെയ്യാനായിട്ട് ദിവസങ്ങൾ തന്നാൽ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇതിന്റെ LCM ആയിരിക്കും. അപ്പൊ എന്തെടുക്കാം? 20, 15, 12. നമ്മൾ ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ I4 20, I3 15 കിട്ടും. സോ നമ്മൾ ഇവിടെ നിന്ന് 4 കോമൺ ആയിട്ട് എടുത്ത 1, 3, 3, വീണ്ടും നമ്മൾ 3 കോമൺ ആയിട്ട് എടുത്ത 1, 1, 1. I4 20, 23, 60. സോ 60 യൂണിറ്റ് എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. സോ ടോട്ടൽ വർക്ക് 60 യൂണിറ്റ് ആണ് എങ്കിൽ രാജു ആ ജോലി മുഴുവൻ തീർക്കാൻ 20 ദിവസം എടുക്കുമെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 60 / 20, 3 യൂണിറ്റ് വർക്ക് ആയിരിക്കും. അതേപോലെ റാണി ചെയ്യാനായിട്ട് പോകുന്ന വർക്ക് എന്ന് പറയുന്നത്, റാണി ചെയ്യാൻ 15 ദിവസം എടുക്കും. മൊത്തം വർക്ക് 60 യൂണിറ്റ് ആണെങ്കിൽ 60 / 15, 4 യൂണിറ്റ് വർക്ക് ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് സാഹിലും ജോലി ചെയ്യേണ്ടിയിരിക്കുന്നത് 12 ദിവസമാണ്. മുഴുവൻ വർക്ക് എന്ന് പറയുന്നത് 60 യൂണിറ്റ് ആണെങ്കിൽ 60 / 12, 5 യൂണിറ്റ് വർക്ക് ആയിരിക്കും ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 5 യൂണിറ്റ്, ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആയിരിക്കും. അപ്പം രാജു ഒരു ദിവസം 3 യൂണിറ്റ് വർക്കും, റാണി ഒരു ദിവസം 4 യൂണിറ്റ് വർക്കും, സാഹിൽ ഒരു ദിവസം 5 യൂണിറ്റ് വർക്കും ചെയ്യുമെന്ന് മനസ്സിലായി. കറക്റ്റാ? അപ്പൊ ടോട്ടൽ വർക്ക് 60 യൂണിറ്റ് ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ 2 ദിവസം മൂവരും വർക്ക് ചെയ്യുന്നു. സോ 3 പേരും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയാ? 5 + 4 9, 9 3 12. 12 യൂണിറ്റ് വർക്ക് ഒരു ദിവസം ഈ 3 പേർ കൂടെ ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ദിവസം ചെയ്യുവാണെങ്കിൽ എന്താ? 2 ദിവസം ചെയ്യുമ്പോൾ 24 യൂണിറ്റ് വർക്ക് തീരും. അങ്ങനെ 2 ദിവസം ചെയ്ത 24 യൂണിറ്റ് വർക്ക് തീരും. ടോട്ടൽ വർക്ക് എത്രയുണ്ട്? ടോട്ടൽ വർക്ക് 60 യൂണിറ്റ്. 24 യൂണിറ്റ് വർക്ക് തീർന്നാൽ ബാക്കിയുള്ള വർക്ക് എന്ന് പറയുന്നത് 36 യൂണിറ്റ് ആണ്. ഈ 36 യൂണിറ്റ് ആര് തനിയെ ചെയ്യണം? രാജു തനിയെ ചെയ്യണം. 36 യൂണിറ്റ് രാജു തനിയെ ചെയ്യണം. രാജു ഒരു ദിവസം ചെയ്യുന്നത് 3 യൂണിറ്റ് വർക്കാണ്. 36 യൂണിറ്റ് വർക്ക് തീരണം. അപ്പൊ എത്ര ദിവസം എടുക്കും? 36 യൂണിറ്റ് ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ഒരു ദിവസം ചെയ്യുന്ന യൂണിറ്റ് 3 യൂണിറ്റ് വർക്ക്. 36 / 3 12. സോ 12 ദിവസം കൊണ്ട് ഈ വർക്ക് തീരും. 12 ദിവസം കൊണ്ട് വർക്ക് തീരും. ക്ലിയറാ? സോ അപ്പൊ രാജുവിന് 12 ദിവസം കൂടി വേണം ജോലി തീർക്കാനായിട്ട്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 12 ആയിരിക്കും. അടുത്തത് എയും ബിയും നിക്ഷേപ റേഷ്യോ 5:10 ഒരു ബിസിനസ് തുടങ്ങി. ഈ കൂട്ടായ്മയിൽ പിന്നീട് വരികയും 20,000 രൂപ നിക്ഷേപിക്കുകയും ചെയ്തു. ആര്? സി. അതേസമയം എയും ബിയും 2,000 രൂപ കൂടി നിക്ഷേപിച്ചു. 2,000 രൂപ കൂടി വീതം നിക്ഷേപിച്ചു. ഇപ്പോൾ എ-ബി-സിയുടെ നിക്ഷേപക റേഷ്യോ 10:15:25 ആണ്. അങ്ങനെയെങ്കിൽ എ ആദ്യം നിക്ഷേപിച്ചത് എന്ത്? സോ നമ്മളിപ്പോൾ ആദ്യം അസ്യൂം ചെയ്യുകയാണെങ്കിൽ എയും ബിയുടെ നിക്ഷേപ റേഷ്യോ ഇനിഷ്യലി 5:10 ആണ്. ഇതിന് നമുക്ക് എന്തെന്ന് എഴുതാം? 5x:10x എന്ന് എഴുതാനായിട്ട് പറ്റും. അതിനുശേഷം നിക്ഷേപ തുകകൾ വരുന്നു. അതായത് എ എന്ന് പറയുന്ന 5,000 രൂപ കൂടി നിക്ഷേപിക്കുന്നു. 5x + 2,000, ദെൻ 5x + 2,000. ബി എന്ന് പറയുന്നത് 10x + 2,000, ദെൻ സി എത്ര രൂപ ഇടുന്നു? സി 20,000 രൂപ നിക്ഷേപിക്കുന്നു. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 10:15:25. നമ്മൾ പുതിയൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ 10y:15v:25y എന്ന് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? 25y എന്ന് പറയുന്നതാണ് 20,000 രൂപ. 25y ആണ് 20,000 രൂപ എങ്കിൽ 25നെയും 200നെ ക്യാൻസൽ ചെയ്താൽ 8 കിട്ടും. y എന്ന് പറയുന്നത് 800 ആണെന്ന് കിട്ടും. ക്ലിയറാ? ദെൻ y 800 ആണെങ്കിൽ 10y എന്ന് പറഞ്ഞാൽ y 800 ആണെങ്കിൽ 10y എന്ന് പറയുന്നത് എന്ത് വരും? 8,000 രൂപ. കറക്റ്റാ? അപ്പം 2,000 രൂപ കൂടി നിക്ഷേപിച്ച് കഴിയുമ്പോൾ എ മൊത്തമായി നിക്ഷേപിച്ച് എത്ര രൂപ വന്നു? 8,000 രൂപ വന്നു. സോ രണ്ടാമത് നിക്ഷേപിച്ച് എത്ര? 2,000 രൂപയാണെങ്കിൽ 8,000-ൽ നിന്ന് 2,000 രൂപ കുറച്ചാൽ
6000 രൂപ. സോ ആദ്യം നിക്ഷേപിച്ചത് എന്ന് പറയുന്നത് 6000 രൂപയായിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം, 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 20 സെക്കൻഡിൽ ഒരു പാലത്തിലൂടെ കടന്നു പോകും. ആ ട്രെയിനിന്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് കൂട്ടിയാൽ ട്രെയിൻ പാലത്തിലൂടെ 10 സെക്കൻഡിൽ കടന്നു പോകും. അങ്ങനെയെങ്കിൽ പാലത്തിന്റെ നീളം എത്ര? അതായത് 100 മീറ്റർ നീളമുള്ള ട്രെയിനാണ്. സോ ട്രെയിനിന്റെ നീളം 100 മീറ്റർ. ദെൻ പാലത്തിന്റെ നീളം നമുക്കറിയില്ല, അതിനെ നമ്മൾ L ആയിട്ട് എടുത്താൽ, പാലത്തിന്റെ നീളത്തിനെ L ആയിട്ട് എടുത്താൽ ഡിവൈഡഡ് ബൈ സ്പീഡ് നമുക്കറിയില്ല, സ്പീഡിന് നമ്മൾ SP എന്ന് കൊടുത്താൽ സ്പീഡ്, അപ്പം ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്, എടുക്കുന്ന സമയം എത്ര സമയം കൊണ്ട് കടന്നു പോകും? 20 സെക്കൻഡ് കൊണ്ട് കടന്നു പോകും. 20 സെക്കൻഡ്. നെക്സ്റ്റ്, ഇതേ 100 മീറ്റർ നീളമുള്ള ട്രെയിൻ അതേ പാലത്തിലൂടെ സ്പീഡ് എത്രയാണ്? സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് കൂടുന്നു. അപ്പൊ സ്പീഡ് എത്രയാവും? സ്പീഡ് പ്ലസ് 10 എന്നാവുന്നു. അപ്പോൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആയിരിക്കും. ക്ലിയറാ? എടുക്കുന്ന സമയം 10 സെക്കൻഡ് ആയിരിക്കും. ഡൺ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് അങ്ങനെയാണെങ്കിൽ പാലത്തിന്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബേസിക്കലി നമ്മൾ ഇവിടെ ക്രോസ് ചെയ്യുവാണെങ്കിൽ, ഒന്നാമത്തെ ക്രോസ് ചെയ്യുന്നത് 100 പ്ലസ് L ഈക്വൽ ടു 20 ടൈംസ് ദ സ്പീഡ് എന്ന് കിട്ടും. കറക്റ്റാ? ഫൈൻ. ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ എന്ത് കിട്ടും? 100 പ്ലസ് L ഈക്വൽ ടു 10 ഇൻറ്റു സ്പീഡ് പ്ലസ് 10 എന്ന് കിട്ടും. അപ്പൊ എന്ത് വരും? 10 ടൈംസ് ദ സ്പീഡ് പ്ലസ് 100 എന്ന് വരും. 10 ടൈംസ് ദ സ്പീഡ് പ്ലസ് 100 എന്ന് വരും. ഇവിടെ നോക്കി, ഇവിടെയും 100 പ്ലസ് L ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇവിടെയും 100 പ്ലസ് L ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. രണ്ടിനെ ഇക്വേറ്റ് ചെയ്താൽ 20 ടൈംസ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഈക്വൽ ടു 10 ടൈംസ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ പ്ലസ് 100 എന്ന് കിട്ടും. 20 സ്പീഡ് 10 സ്പീഡിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ 20 സ്പീഡ് മൈനസ് 10 സ്പീഡ് ഈക്വൽ ടു 10 സ്പീഡ് ഈക്വൽ ടു 100. 10 സ്പീഡ് ഈക്വൽ ടു 100. Therefore സ്പീഡ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ ട്രെയിനിന്റെ വേഗത എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കിട്ടി. ട്രെയിനിന്റെ വേഗത 10 മീറ്റർ പെർ സെക്കൻഡ് ആയെങ്കിൽ ഇനി പാളത്തിന്റെ നീളം കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 100 പ്ലസ് L ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്ന 10 മീറ്റർ ഈക്വൽ ടു 20. അതായത് 100 പ്ലസ് L ഈക്വൽ ടു 200. അങ്ങനെയാണെങ്കിൽ L ഈക്വൽ ടു 200 മൈനസ് 100 ഈക്വൽ ടു 100. അങ്ങനെയാണെങ്കിൽ പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് 100 മീറ്റർ ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഡൺ. അടുത്ത ചോദ്യം, ഒരു ട്രെയിൻ എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഓടുന്നു. 2020 ജനുവരി 1 ഒരു ബുധനാഴ്ചയാണെങ്കിൽ 2020 എത്ര പ്രാവശ്യം ഈ ട്രെയിൻ ഓടിയിട്ടുണ്ടാവും? സോ 2020 ജനുവരി മാസം 1-ാം തീയതി എന്ന് പറയുന്നത് വെനസ്ഡേ ആണ്. ഈ 2020 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആയതുകൊണ്ട് അതിനകത്ത് 366 ദിവസം ഉണ്ടാവും. സോ ബേസിക്കലി നമ്മൾ 2020 ഡിസംബർ 31 വരെ നോക്കിയാൽ ഒരു വർഷത്തിൽ 366 ദിവസം. ജനുവരി 1 നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് 365 ദിവസം. ജനുവരി 1 നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് 365 ദിവസം. ക്ലിയറാ? ഫൈൻ. 365 ദിവസം വരും. സോ 365 ദിവസം നമുക്ക് വരുന്നുണ്ടെങ്കിൽ 365നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 7×5 35, ശിഷ്ടം 1 15, 7 × 14 വരുമ്പോൾ ശിഷ്ടം 1 വരും. കറക്റ്റാ? സോ റിമൈൻഡർ 1 വന്നു. സോ അങ്ങനെയാണെങ്കിൽ 2021 ജനുവരി 1 ബുധനാഴ്ചയാണെങ്കിൽ ഡിസംബർ 31 എന്ന് പറയുന്നത് ബുധനാഴ്ചയോട് കൂടി ഒരു ദിവസത്തോടെ കൂട്ടി വ്യാഴാഴ്ച അഥവാ തേഴ്സ്ഡേ ആയിരിക്കും. ക്ലിയറാ? സോ വ്യാഴാഴ്ച അഥവാ തേഴ്സ്ഡേ എന്ന് നമുക്ക് കിട്ടി. കറക്റ്റ് ആണല്ലേ? ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ ഈ 52 കൊണ്ട് എന്താ മനസ്സിലാക്കാവുന്നത്? ഈ വർഷത്തിൽ 52 ആഴ്ചകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാവുന്നത്. 52 ആഴ്ചകൾ ഉണ്ടെങ്കിൽ 52 വ്യാഴവും 52 ശനിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം 52 വ്യാഴം പ്ലസ് 52 ശനി. കറക്റ്റാ? ഈ മൊത്തം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 52 ആഴ്ചകൾക്ക് അഥവാ മൊത്തം 104 വ്യാഴവും ശനിയുടെ മൊത്തം 104 തവണ വരും. പക്ഷെ ഇതിന്റെ കൂടെ ഒരു ഓഡ് ഡേ വരുന്നുണ്ട്. അത് 2020 ഡിസംബർ 31 വ്യാഴാഴ്ചയാണ്. ആ ഒരു ദിവസം കൂടി ട്രെയിൻ ഓടും. കറക്റ്റാ? ആ ഒരു ദിവസം കൂടി ട്രെയിൻ ഓടും. അപ്പൊ 104 പ്ലസ് 1 105. സോ 105 തവണയാണ് ഈ ട്രെയിൻ ഓടിയിട്ടുണ്ടാവുക. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 105 തവണ എന്നുള്ളത് ആയിരിക്കും. ക്ലിയർ? ഓക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 5 മണിക്ക് ശേഷം എത്ര മിനിറ്റിന് ശേഷമായിരിക്കാം ക്ലോക്കിന്റെ മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയെ ആദ്യമായി കടന്നു പോകുന്നത്? മണിക്കൂർ സൂചിയെ ആദ്യമായി കടന്നു പോകുന്നത്. സോ മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയെ കടന്നു പോകുന്ന സമയം, മണിക്കൂർ സൂചി കടന്നു പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാവണം? 0 ഡിഗ്രി ആവണം. അതായത് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തീറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് 11/2m മൈനസ് 30 × h
11/2 മോഡുലസ് ഓഫ് 11/2 m മൈനസ് 30 into h. സോ എത്രയാണ് തന്നിരിക്കുന്ന സമയം? 5 മണി. കറക്റ്റാ? അപ്പൊ നമുക്ക് മിനിറ്റ് ഇവിടെ എത്രയാവും? ആംഗിൾ 0 ആണ്. തീറ്റ ഈക്വൽ ടു നമുക്ക് 0 എന്ന് കൊടുക്കാം. തീറ്റ 0 എന്ന് കൊടുത്താൽ മോഡുലസ് ഓഫ് 11/2 ഇൻറ്റു എത്ര മിനിറ്റ് ആണെന്ന് നമുക്ക് അറിയത്തില്ല. എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്ത്? 5 മണിക്ക്. സോ 30 into 5 എന്ന് കൊടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആ? അങ്ങനെയാണെങ്കിൽ 11/2 മൈനസ് 11/2 ഇൻറ്റു എം മൈനസ് 30 into 5 എന്ന് പറയുമ്പോൾ 150 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ 11/2 ഇൻറ്റു എം 11/2 m ഈക്വൽ ടു 150 എന്ന് എഴുതാനായിട്ട് പറ്റും. 11/2 m ഈക്വൽ ടു 150 എന്ന് എഴുതാനായിട്ട് പറ്റും. therefore m is equal to 150 into 2 divided by 11. അതായത് 300 divided by 11 എന്ന് കിട്ടും. 300നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 times 22 റിമൈൻഡർ 8 27 77 റിമൈൻഡർ 3 27 പോയിന്റ് സംതിങ്. സോ നമുക്ക് എന്ത് കിട്ടും? നമുക്കെന്ന് പറയുന്ന ഒരു 5:27 കഴിയുന്ന ഒരു സമയം, ഒരു 27 ഒക്കെയാണ് വരുന്നത്. അപ്പൊ മിനിറ്റ് ഒരു 5:27 കഴിയുന്ന ഒരു സമയമൊക്കെ വരാം. സോ ഓപ്ഷൻ ബിയിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. 5:27 എന്ന് പറയുന്ന സമയത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഈ മോഡുലസിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എടുക്കുന്നത് പ്ലസ് ഓർ മൈനസ് വാല്യൂ വരാം. കറക്റ്റാ? സോ ഇതിനെ -150 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ -150 എന്ന് കൊടുത്തുകൊണ്ട് സോൾവ് ചെയ്യാം. പക്ഷെ മുമ്പോട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കും. ബട്ട് ബേസിക്കലി ഇതിന്റെ ആൻസർ കീക്ക് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു റിമൈൻഡർ വരുന്നുണ്ട്. സോ റിമൈൻഡർ വരുന്നത് കൊണ്ട് തന്നെ അത് 5:28 ആവത്തുമില്ല, 5:27 എക്സാക്ട്ലി അല്ലതാണ്. 5:28 ആവത്തുമില്ല, 5:27 എക്സാക്ട്ലി അല്ല. അപ്പൊ അത് രണ്ടിനും പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. പക്ഷെ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യേണ്ടത്. ചോദ്യം ക്ലിയർ, ആൻസർ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഫൈൻ. അടുത്ത ചോദ്യം. 40 മീറ്റർ തന്റെ ഓഫീസിലേക്ക് വടക്ക് ദിശയിലേക്ക് നടക്കും. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 8 മീറ്റർ നടക്കും. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 34 മീറ്റർ നടക്കും. അങ്ങനെയെങ്കിൽ എ ഇപ്പോൾ തന്റെ ഓഫീസിൽ നിന്നും എത്ര ദൂരത്താണ്? തന്റെ ഓഫീസിൽ നിന്നും എത്ര ദൂരത്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? 40 മീറ്റർ തന്റെ ഓഫീസിൽ നിന്ന് വടക്ക് ദിശയിലേക്ക്, അതായത് നോർത്തേൺ ഡയറക്ഷനിൽ 40 മീറ്റർ നടക്കുന്നു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 8 മീറ്റർ. സോ വലത്തോട്ട് 8 മീറ്റർ തിരിഞ്ഞ് നടന്നു. അവിടെ നിന്ന് അവിടെ ഇതിന്റെ റൈറ്റ്, ഈ പോയിന്റിന്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ താഴോട്ട് എത്ര മീറ്റർ നടക്കുന്നു? 34 മീറ്റർ നടക്കുന്നു. അങ്ങനെയെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്ര ദൂരെയാണ്? സോ നമ്മൾ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് 8 കിട്ടും. കാരണം മുകളിൽ 8 ആയതുകൊണ്ട് ഈ ദൂരം എന്ന് പറയുന്നത് മൊത്തം 40, ഇവിടെ 34 ഉണ്ടെങ്കിൽ ഇത് 6 വരും. ഇത് 8ഉം 6ഉം ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ദൂരം നോക്കിക്കേ. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഇത് 8 ആണ്, ഇത് 6 ആണ്. ബേസിക്കലി ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. 8 6 വന്നാൽ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്ന 10 വരും. അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാം സ്ക്വയർ റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. 8ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64 പ്ലസ് 36 ഈക്വൽ ടു √100 എന്ന് വരും. √100 എന്ന് പറയുന്ന 10. സോ തന്റെ ഓഫീസിന് എത്ര ദൂരത്താണ്? 10 ആണ് ഉത്തരമായിട്ട് വരും. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഒരു സുരക്ഷാ സിസ്റ്റത്തിൽ 3 എന്ന യക്കം 7 ആയും 4 എന്നത് 14 ആയും 5 എന്നത് 24 ആയും മാറ്റിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 6നും 7നും പകരം ഉപയോഗിക്കാവുന്ന സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? ഈ ചോദ്യത്തിൽ ഒരു തെറ്റുണ്ട്. സോ ബേസിക്കലി ഇത് 24 അല്ലായിരുന്നു, 23 ആയിരുന്നു വരേണ്ടത്. അപ്പൊ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ 3ഉം 7ഉം തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് 3 സ്ക്വയർ മൈനസ് 2 ആണ് 7 എന്ന് പറയുന്നത്. കാരണം എന്താ? 3 സ്ക്വയർ 9, 9 മൈനസ് 2 7. ഇനി 4ന്റെ കേസിലാണെങ്കിൽ 4 സ്ക്വയർ മൈനസ് 2, 4 സ്ക്വയർ എന്ന് പറയുന്നത് 16, 16 മൈനസ് 2 ആണ് 14 എന്ന് പറയുന്നത്. 5ന്റെ കേസിലാണെങ്കിൽ 5 സ്ക്വയർ മൈനസ് 2. സോ എന്ത് വരും? 5 സ്ക്വയർ 25, 25 മൈനസ് 2 എന്ന് പറയുമ്പോൾ 23 കിട്ടും. അതേപോലെ 6ന്റെ അടുത്ത് എന്ത് കിട്ടും? 6 സ്ക്വയർ മൈനസ് 2, 36 മൈനസ് 2 34 എന്ന് വരും. 7ന്റെ കേസിൽ 7 സ്ക്വയർ മൈനസ് 2, 49 മൈനസ് 2 എന്ന് പറയുമ്പോൾ 49 മൈനസ് 2 എന്ന് വരുമ്പോൾ എന്ത് കിട്ടും? 47 എന്ന് കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 34 37 ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് 34 37 ആയിരിക്കും. ബട്ട് ബേസിക്കലി ചോദ്യത്തിൽ തെറ്റുള്ളത് കൊണ്ട് ഈ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. അടുത്തത്, എക്ക് ബിയേക്കാൾ മാർക്ക് കൂടുതലുണ്ട്. അപ്പൊ എക്ക് എന്താണ്? ബിയേക്കാൾ മാർക്ക് കൂടുതലുണ്ട്. ബിക്ക് ഡിയേക്കാൾ കുറഞ്ഞ മാർക്കാണുള്ളത്. കറക്റ്റാ? അതിന്റെ അർത്ഥം എന്താണ്? ഡിക്ക് ബിയേക്കാൾ മാർക്കുണ്ട്. ഡിക്ക് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഡിക്ക് ബിയേക്കാൾ മാർക്ക് കൂടുതലുണ്ട്. എന്നാൽ ഇയേക്കാൾ ഉയർന്ന മാർക്കുണ്ട്. ഇയേക്കാൾ ഉയർന്ന മാർക്കുണ്ട്. അപ്പൊ അതിനെന്താ? ബിക്ക് ഇയേക്കാൾ കൂടിയ മാർക്കുണ്ട്. ബിക്ക് ഇയേക്കാൾ കൂടുതൽ മാർക്കുണ്ട്. സിക്ക് ഡിയേക്കാൾ ഉയർന്ന മാർക്കുണ്ട്. സിക്ക് ഡിയേക്കാൾ ഉയർന്ന മാർക്കുണ്ട്. സിക്ക് ഉയർന്ന മാർക്കുണ്ട്. എങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി?
സോ നമുക്ക് എഴുതാവുന്ന ഓർഡർ എന്ന് പറയുന്നത് എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ ഇ ശരിയാണ്, സി ഗ്രേറ്റർ ദാൻ ഡി ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ ഇ ആണ്. ഓക്കെ, ഒന്ന് പറഞ്ഞിരിക്കും ഡിക്കാണ് ഏറ്റവും കുറഞ്ഞ മാർക്ക്, ഒരിക്കലും പറയാൻ പറ്റില്ല. ഡിയുടെ മാർക്ക് സിയുടെയും ബിയുടെയും ഇടയ്ക്കാണ്, സോ ഈ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും വരില്ല. ബിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക്, ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം എയുടെയും ഇയുടെയും ഇടയ്ക്കാണ്, എയുടെയും ബിയുടെയും ഇടയ്ക്കാണ് എന്ത്, സോ എയുടെയും ഇയുടെയും ഇടയ്ക്കാണ് ബി വന്ന്, സോ ബിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് എന്ന് പറയാൻ പറ്റില്ല. ദെൻ ഇക്ക് പുറകിൽ നിന്ന് രണ്ടാം സ്ഥാനം, ഒരു രണ്ട് സെറ്റ് നോക്കുമ്പോഴും ഈ ലാസ്റ്റ് ആണ് വരുന്നത്, സോ പുറകിൽ നിന്ന് രണ്ടാം സ്ഥാനത്താണ് ഇ എന്ന് പറയാൻ പറ്റില്ല. എക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക്, സോ ഒന്നെങ്കിൽ എക്കോ അല്ലെങ്കിൽ സിക്കോ ആണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്. സോ അതിൽ ഏതെങ്കിലും ഒരു പോസിബിലിറ്റി വരാം. സോ അത് വെച്ചിട്ട് എന്താ പറയുക, എക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് റീസണബിൾ ആയിട്ട് പറയാൻ പറ്റും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, പ്ലസിന് പകരം ഇൻറ്റു ആണെങ്കിൽ മൈനസ് എന്നത് പ്ലസ് ആണെങ്കിൽ, അതുപോലെ 5+3 - 8 × 2 = 19 എങ്കിൽ ഇൻറ്റു അർത്ഥമാക്കുന്നത് എന്ത്? ഇഫ് പ്ലസ് മീൻസ് ഇൻറ്റു, മൈനസ് മീൻസ് പ്ലസ്, ആൻഡ് 5+3 - 8 × 2 = 19 വിത്ത് നോ മോർ റീപ്ലേസ്മെന്റ്, ദെൻ ഇൻറ്റു മീൻസ്. സോ എന്ത് ചെയ്യണത്? തന്നിരിക്കുന്ന നമ്പറുകൾ എഴുതുക. 5, 3, 8, 2 = 19. പ്ലസിന് പകരം ഇൻറ്റു ആണ്, മൈനസിന് പകരം പ്ലസ് ആണ്. ഇവിടെ എന്താ കൊടുക്കേണ്ടതെന്ന് നമുക്ക് അറിയത്തില്ല, നമ്മൾ അതേപോലെ ഇതിനെ കീപ്പ് ചെയ്യുന്നു. = 90. ഇവിടെ നമ്മൾ സോൾവ് ചെയ്ത് നോക്കി, i3 15, ഇത് 15 കിട്ടും, പ്ലസ് 8 ബാക്കി റീപ്ലേസ്മെന്റ്. ഇപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം നമുക്കറിയില്ല. അപ്പൊ ഈ 15നെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ 8 2 = 19 15 - 15 4 എന്ന് കിട്ടും. 8 2 എന്ത് ചെയ്താൽ 4 കിട്ടും എന്ന് ആലോചിക്കാം. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. സോ ഇവിടെ വരേണ്ട സിമ്പിൾ എന്ന് പറയുന്നത് ഡിവിഷൻ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. താഴെ പറയുന്നതിൽ ഒറ്റയായത് ഏത്? റേഡിയോ സ്പീക്കർ, ഫോൺ സിം കാർഡ്, CPU പ്രൊസസർ, ചെടി ചട്ടി. സോ ബേസിക്കലി ഒരു സ്പീക്കർ റേഡിയോയ്ക്കുള്ളിലാണ് വെക്കുന്നത്, കറക്റ്റ്. സിം കാർഡ് ഫോണിനുള്ളിലാണ് ഇടുന്നത്, പ്രൊസസർ CPU-യിലാണ്, ചെടി ചട്ടിയിലാണ് വെക്കുന്നത്. ബട്ട് ബേസിക്കലി സീക്വൻസ് നോക്കുമ്പോൾ എയുടെ സീക്വൻസും ബിയുടെ സീക്വൻസും സിയുടെ സീക്വൻസും ഒരേ ഓർഡറിലാണ്, ഡി മാത്രം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അങ്ങനെയാണ് എങ്കിൽ ഇവിടുത്തെ ഒറ്റയാനെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ഇവിടുത്തെ ഒറ്റയാനെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും. കൗ എന്നത് ഇറാഡ് എന്നും റാറ്റ് എന്നത് TXS എന്നും ഹെൻ എന്നത് JHRI എന്നുമാണെങ്കിൽ ഫോക്സ് എന്നത് എന്തായിരിക്കും? ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്, പക്ഷെ ലോജിക്കലി രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ലോജിക്ക് കിട്ടും. അത് മാത്രം നമ്മൾ നോക്കും. മൂന്നാമത്തെ എന്തുകൊണ്ടാണ് ലോജിക്കലി കറക്റ്റ് ആവാത്തത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യും. സോ ബേസിക്കലി നമ്മളിപ്പോ നോക്കിയാൽ ആദ്യത്തെ എടുത്ത റാറ്റ്, നമുക്ക് കൗ എടുക്കാം. നമ്മളിപ്പം അവിടെ നമുക്ക് റാറ്റ് എടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ റാറ്റ് എടുത്താൽ റാറ്റ് ഈസ് ഈക്വൽ ടു TXXS. 6 കഴിഞ്ഞിട്ട് PQRST പ്ലസ് രണ്ടാമത്തെ ലെറ്റർ ആണ് ടി എന്ന് പറയുന്നത്, കറക്റ്റ്. രണ്ടാമത്തെ ലെറ്റർ ആണ് ടി എന്ന് പറയുന്നത്. ദെൻ ടി വെച്ച് നോക്കിയാൽ TUVWX, നാലാമത്തെ ലെറ്റർ ആണ് എക്സ് എന്ന് പറയുന്നത്. ദെൻ 6ഉം എസും തമ്മിൽ, ഈ ലെറ്ററും ഈ ലെറ്ററും തമ്മിൽ 6നോട് കൂടി 1 കൂടുന്നതാണ് എസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സീക്വൻസ് അങ്ങനെ കിടപ്പുണ്ട്. അതേപോലെ നമ്മൾ കൗ വെച്ച് നോക്കുവാണെങ്കിൽ COWERAD. ഇവിടെ ഈ സിയും ഡിയും നോക്കി C+1 ആണ്, ആ റിലേഷൻ ഫൈൻ. സിയുടെ കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്റർ ആണ് ഇ എന്ന് പറയുന്നത്, W കഴിഞ്ഞിട്ട് നാലാമത്തെ ലെറ്റർ ആണ് എ എന്ന് പറയുന്നത്. ഓയും ആറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? MNO PQR. PQR മീൻ മൂന്നാമത്തെ ലെറ്റർ. നോക്കിക്കേ, 2 3 4 1, കറക്റ്റാ. ഇനി അതേപോലെ നമ്മൾ ഹെന്ന് നോക്കിയാൽ ഹെൻ ഈസ് ഈക്വൽ ടു JHRI. എച്ചും ജെയും തമ്മിലുള്ള ബന്ധം HIJ +2 ആണ്. EFGH അപ്പൊ എത്ര വന്നു? +3 വന്നു. എന്നും ആറും തമ്മിൽ MNOPQR +4 വന്നു. ദെൻ എച്ചും ഐയും H+1 ആണ് ഐ എന്ന് പറയുന്നത്. സോ ബേസിക്കലി കൗവിന്റെ കാര്യത്തിലും ഹെന്നിന്റെ കാര്യത്തിലും ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ബട്ട് റാറ്റിന്റെ കാര്യത്തിൽ പറ്റുന്നത് എയും എക്സും തമ്മിൽ ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയത്. ബട്ട് നമ്മളിപ്പോ കൗവും ഹെന്നും മാത്രം വെച്ചിട്ട് റാറ്റ് ഇല്ലെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഫോക്സിന്റെ കോഡ് കണ്ടുപിടിച്ചാൽ എഫ് ഒന്നാമത്തേതാണ്, അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ ലെറ്റർ EFGH വരും. ഓയ്ക്കാണെങ്കിൽ മൂന്നാമത്തെ MNOPQR. സോ എന്ത് വരും? HR വരും. എക്സ് കൂട്ടിയാണ് നാലാമത്തെ എക്സ്. YZAB. സോ ബി വന്നു. എഫ് കഴിഞ്ഞിട്ടുള്ള ലെറ്റർ G. സോ JRBG. HRBG അഥവാ ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് എടുക്കാം. ബട്ട്
സീക്വൻസിൽ തെറ്റുള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അതല്ല ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ? ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് ഇതിലേക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. പി ക്യു ആർ എന്നിവയുടെ സഹോദരിയാണ് സി. പി ക്യു ആർ എന്നിവയുടെ സഹോദരിയാണ് സി. സോ നമുക്ക് പി ഉണ്ട്, ക്യൂ ഉണ്ട്, ആർ ഉണ്ട്. ഇവരുടെ എല്ലാം സഹോദരിയാണ് സി. സോ സി ഒരു ലേഡിയാണ്. ക്യൂവിന്റെ അച്ഛനാണ് ഡി. ക്യൂവിന്റെ അച്ഛൻ ഡി ആണ്. സോ ക്യൂവിന്റെ അച്ഛനാണ് ഡി. സോ ഡി എന്ന് പറയുന്ന ഒരാളാണ്. പി എന്നയാൾ വൈയുടെ പുത്രനാണ്. പി എന്നയാൾ വൈയുടെ പുത്രനാണ്. സോ വൈയുടെ പുത്രനാണ് പി. വൈയുടെ പുത്രനാണ് പി. അങ്ങനെയെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് ശരി? അപ്പൊ ഇവര് ഓട്ടോമാറ്റിക്കലി സ്പീക്കിംഗ് ഒബ്വിയസ്ലി ഇവർ രണ്ടുപേരും എന്താവണം? ഇവർ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവണം. കറക്റ്റാ? കാരണം രണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവണം. ഓക്കെ, ഒന്നാമത് പറയുന്നത് ആർ എന്നയാൾ ഡിയുടെ പുത്രിയാണ്. ആർ എന്നത് ഡിയുടെ പുത്രിയാണ്. ഡിയുടെ മകനോ മകളോ ആവാം, പക്ഷെ ആറിന്റെ ജെൻഡർ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ദെൻ ക്യൂ എന്നയാൾ സിയുടെ സഹോദരിയാണ്. ക്യൂ എന്നതും ക്യൂവും സിയും സഹോദരങ്ങളാണ്. പക്ഷെ ക്യൂവിന്റെ ജെൻഡർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആണോ പെണ്ണോ ആവാം, സഹോദരനോ സഹോദരിയോ ആവാം. ജെൻഡർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ക്യൂ എന്ന് പറയുന്നത് സിയുടെ സഹോദരിയാണെന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, ക്യൂ എന്നയാൾ വൈയുടെ പുത്രിയും. ക്യൂ എന്ന് പറയുന്നത് വൈയുടെ മകനോ മകളോ ആണ്. ജെൻഡർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പുത്രനോ പുത്രിയോ ആവാം. പിയുടെ സഹോദരിയാണ്. പിയുടെ സഹോദരിയാണെന്ന് പറയാൻ പറ്റില്ല, സഹോദരനോ സഹോദരിയോ, കാരണം ക്യൂവിന്റെ ജെൻഡർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് വൺ, സിയുടെ അമ്മയാണ് വൈ. പി ക്യു ആറും സിയും സഹോദരാണെങ്കിൽ സിയുടെ അമ്മയാണ് വൈ. അത് മാത്രം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഒരു ഘടികാരം ഓരോ മണിക്കൂറിലും 1 മിനിറ്റ് വീതം കൂടുതൽ ഓടും. 1 മണി ആയപ്പോൾ ഈ ക്ലോക്കിലെ സമയം ശരിയാക്കി പുനഃസ്ഥാപിച്ചു. ഇപ്പോൾ കണ്ണാടിയിൽ ക്ലോക്ക് കാണിച്ച സമയം 4:33 ആണെങ്കിൽ ഏകദേശ സമയം എത്രയായിരിക്കും? ക്ലോക്കിൽ കാണിച്ചിരിക്കുന്ന സമയം മിറർ ഇമേജിൽ കാണിച്ചിരിക്കുന്ന സമയം 4:33 ആണെങ്കിൽ അതിന്റെ ആക്ച്വൽ സമയം എന്ന് പറയുന്നത് 12-ൽ നിന്ന് 4:33 കുറയ്ക്കാം. 12-ൽ നിന്ന് 4:33 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7:27 കിട്ടും. സോ ക്ലോക്കിൽ കാണിച്ചിരിക്കുന്ന സമയം 7:27 ആണ്. ക്ലോക്കിൽ കാണിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 7:27 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ 1 മണിയിൽ സ്റ്റാർട്ട് ചെയ്താൽ 2 മണിയാകുമ്പോൾ ക്ലോക്കിൽ കാണിക്കാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് 2:01 ആയിരിക്കും. 3 മണിയാകുമ്പോൾ ക്ലോക്കിൽ കാണിക്കാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് 3:02 ആയിരിക്കും. 4 മണിയാകുമ്പോൾ ക്ലോക്കിൽ കാണിക്കാൻ പോകുന്ന സമയം 4:03 ആയിരിക്കും. 5 മണിയാകുമ്പോൾ ക്ലോക്കിൽ കാണിക്കാൻ പോകുന്ന സമയം 5:04 ആയിരിക്കും. 6 മണിയാകുമ്പോൾ ക്ലോക്കിൽ കാണിക്കാൻ പോകുന്ന സമയം 6:05 ആയിരിക്കും. 7 മണിയാകുമ്പോൾ ക്ലോക്കിൽ കാണിക്കാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് 7 മണിയാകുമ്പോൾ ക്ലോക്കിൽ കാണിക്കാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് 7:06 ആയിരിക്കും. കറക്റ്റാ? 7:06 ആയിരിക്കും. അപ്പൊ 7 മണിക്ക് 7:06 കാണിക്കും. ക്ലിയറാ? സോ ഏകദേശം ഒരു 6 മിനിറ്റിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 7:27 ആകുമ്പോൾ 7:27 ആണ് ക്ലോക്കിൽ കാണിക്കുന്നത് എങ്കിൽ ഓൾമോസ്റ്റ് ഒരു 6 മിനിറ്റ് ടു 7 മിനിറ്റ് പുറകിലായിരിക്കും ആക്ച്വൽ സമയം എന്ന് പറയുന്നത്. കാരണം 7 മണിക്ക് 7:06 സമയം കാണിക്കുമെങ്കിൽ 7:27 സമയം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ 6 to 7 മിനിറ്റ് സമയം കുറവായിരിക്കും ആക്ച്വൽ ടൈം എന്ന് പറയുന്നത്. സോ 7:27 6 മിനിറ്റ് 7 മിനിറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ 7:20. സോ ഏകദേശ സമയം എന്ന് പറയുന്നത് ഓപ്ഷൻ സി 7:20 ആയിരിക്കും. ആ ചോദ്യ പേപ്പറിനകത്തുണ്ടായിരുന്ന റിമൈനിങ് ആയിട്ടുള്ള 12 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് ഡിലീറ്റഡ് ആയ ക്വസ്റ്റ്യൻസിന് പോലും നമ്മൾ എന്തുകൊണ്ടാണ് ഡിലീറ്റഡ് ആവുന്നത്, അത് ഡിലീറ്റഡ് അല്ലായിരുന്നെങ്കിൽ എങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കാമായിരുന്നു, ഈ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനുള്ള അഭിപ്രായം കൂടി മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.